നമസ്കാരം. അപ്പൊ നിങ്ങൾ പങ്കുവെച്ച ആ സ്റ്റഡി മെറ്റീരിയൽസ് വെച്ചിട്ട് സ്ഥലങ്ങളെയും സാധനങ്ങളെയും ഒക്കെ എങ്ങനെ നല്ല എന്താ പറയാ ജീവനുള്ള രീതിയിൽ വിവരിക്കാം എന്ന് നമുക്കൊന്ന് ആഴത്തിൽ നോക്കിയാലോ? നല്ലൊരു വിഷയമാണ്. ലക്ഷ്യം വളരെ സിമ്പിളാണ്. ഒരു സ്ഥലമോ ഒരു വസ്തുവോ അത് കേൾക്കുന്ന ആളുടെ മനസ്സിലൊരു സിനിമ കാണുന്ന പോലെ തെളിയണം. അതെങ്ങനെ പറയാം? ശരിയാണ്. അതൊരു യാത്രാ വിവരണം പറയുമ്പോഴായാലും അതെ, അല്ലെങ്കിൽ ഒരു കഥ പറയുമ്പോൾ, ചിലപ്പോ ഒരു വീട് വിൽക്കാൻ നോക്കുമ്പോൾ പോലും ഇത് വേണം. എല്ലായിടത്തും ഉപകാരപ്പെടും. തീർച്ചയായും. വെറുതെ വാക്കുകൾ പോരല്ലോ, ഒരു അനുഭവമായിട്ട് മാറണം അത്. നിങ്ങളുടെ ആ നോട്ട്സിൽ നല്ല കുറെ ഉദാഹരണങ്ങളുണ്ട് താനും. അതെ, നമ്മൾ തുടങ്ങുന്നത് തന്നെ സ്ഥലവും വലിപ്പവും അതെങ്ങനെ കൃത്യമായിട്ട് പറയാം എന്നതിൽ നിന്നാണല്ലോ. നിങ്ങളുടെ ആ കുറിപ്പിലെ എന്റെ അമ്മാവന്റെ വീട് എന്നൊരു ഭാഗമില്ലേ? ഓർക്കുന്നു. അതിൽ മന്ത്രിമാർഗിന്റെ അറ്റത്ത്, ലൈബ്രറിക്ക് തൊട്ടു മുന്നിൽ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒരു ഏകദേശ ധാരണ കിട്ടും. ശരിയാണ്. ലൊക്കേഷൻ കൂടെ ചെറിയ ഒറ്റനില വീട്, പിന്നെ ആ മുറിയുടെ അളവ് 10 അടി നീളം 8 അടി വീതി എന്നൊക്കെ പറയുമ്പോൾ ആ ചിത്രം മനസ്സിൽ കുറച്ചുകൂടി ക്ലിയർ ആവും. വ്യക്തത അതാണ് ശരിക്കും വേണ്ടത്. കേൾക്കുന്നയാൾക്ക് മനസ്സിലൊന്ന് വരച്ചു നോക്കാൻ പറ്റണം. മറ്റേ വസന്ത് വിഹാറിലെ വീടിന്റെ വഴി പറയുന്നത് ഓർമ്മയില്ലേ? അതെ. പോസ്റ്റ് ഓഫീസിന്റെ അടുത്ത് നിന്ന് ഇടത്തോട്ട് തിരിയുന്ന വഴി, അതിൽ 6ാമത്തെ വീട്. നമ്മളവിടെ എത്തിയ പോലെ തോന്നും അല്ലേ? ശരിയാണ്. പിന്നെയാ ഇംഗ്ലീഷ് നോട്ട്സിൽ ഒരു കാര്യം കണ്ടു, ഈ അങ്കിൾ ഹാസ്, ഇറ്റ് ഹാസ് എന്നൊക്കെ പ്രസന്റ് ടെൻസിൽ പറയുന്നത്. അത് നല്ലൊരു പോയിന്റാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ആ സംഭവം ഇപ്പൊ നടക്കാണ്, ആ കാഴ്ച നമ്മൾ കാണുകയാണ് എന്നൊരു ഫീൽ വരും. ശരിയാണ്. അപ്പോ സ്ഥലം, വലുപ്പം ഓക്കെ. ഇനി ആ സ്ഥലത്തിന്റെ ഒരു അന്തരീക്ഷം അതെങ്ങനെ കൊണ്ടുവരും? അവിടെയാണ് ഈ ശബ്ദങ്ങളും മണങ്ങളും ഒക്കെ വരുന്നത്. നിങ്ങളുടെ നോട്ട്സിലെ ടാഗോറിന്റെ ആ ഗ്രാമവിവരണം ഓർമ്മയില്ലേ? എന്തൊരു ഭംഗിയാണത്. അത് മറക്കാൻ പറ്റുമോ? പുതുതായി ഉറുത മണ്ണിന്റെ മണം. അതെ. പിന്നെ ഇടയബാലന്റെ ഓടക്കുഴൽ വിളി, അമ്പലത്തിലെ മണിയടി, ആ ഗ്രാമം കൺമുന്നിൽ കാണുന്ന പോലെ. ഈ ഇന്ദ്രിയങ്ങളെ തൊടുന്ന കാര്യങ്ങൾ അത് ഓർമ്മകളെയും വികാരങ്ങളെയും ഒക്കെ ഉണർത്തുമെന്ന് ടാഗോർ തന്നെ പറയുന്നുണ്ടല്ലോ. നിങ്ങൾക്കങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ? ഒരു പ്രത്യേകം മണം കിട്ടുമ്പോൾ പണ്ട് നടന്ന എന്തെങ്കിലും ഓർമ്മ വരുന്നത്? പിന്നില്ലാതെ, തീർച്ചയായും. ആ ഗന്ധങ്ങളെപ്പറ്റി പറയുമ്പോൾ നിങ്ങളുടെ നോട്ട്സിൽ ആ വ്യത്യസ്ത വാക്കുകൾ പറയുന്നുണ്ടല്ലോ. സ്മെൽ, സെന്റ്, ഫ്രാഗ്രൻസ്, ഓഡോർ എന്നൊക്കെ. അതെ. ഓരോന്നിനും ഓരോ തരം ഫീലാണല്ലേ, വെറും മണം എന്ന് പറയുന്നത് പോലെയല്ല. അതെ. അതുപോലെ ആ തിരക്കുള്ള തെരുവ് വിവരിക്കുന്ന ഭാഗം, അത് മറ്റേ ഗ്രാമത്തിൽ നിന്ന് എത്ര വ്യത്യസ്തമാണ്. ശരിയാണ്. കാക്ക കരയുന്നു, വണ്ടികളുടെ ഹോണ്, പിന്നെ ആ ചീഞ്ഞ പച്ചക്കറിയുടെ മണം, അതേസമയം ചന്ദനത്തിരിയുടെയും മണവും. ഒരു മിക്സഡ് ഫീൽ. അതെ, ആ കോൺട്രാസ്റ്റ്, ആ ശബ്ദങ്ങളും ഗന്ധങ്ങളും ആ തെരുവിന്റെ ഒരു ബഹളം നിറഞ്ഞ അന്തരീക്ഷം ഉണ്ടാക്കുന്നു. ഇനി ഒരു സ്ഥലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെയുള്ള സാധനങ്ങളെപ്പറ്റി പറയുന്നത് ആ വിവരണത്തിന് കൂടുതൽ മിഴിവ് നൽകും അല്ലേ? കിപ്ലിങ്ങിന്റെ ആ കാശ്മീർ സറായിലെ ബസാർ. അത് നല്ല ഉദാഹരണമാണ്. എന്തൊക്കെയാ അവിടെ? കയറിട്ട് കെട്ടിയ പോണികൾ, മുട്ടുകുത്തി കിടക്കുന്ന ഒട്ടകങ്ങൾ, പിന്നെ ആ കിണരത്തെ കപ്പിയുടെ ഒച്ച. അതെ, ആ വസ്തുക്കൾ മാത്രമല്ല, അവിടെ നടക്കുന്ന കാര്യങ്ങളും കൂടി ചേരുമ്പോഴാണ് ശരിയാണ് ആ ചിത്രം പൂർണ്ണമാകുന്നത്. സാധനങ്ങൾ ഇറക്കുന്നു, കയറ്റുന്നു, വെള്ളം കോരുന്നു, ആളുകൾ തമ്മിൽ വിലപേശുന്നു, അതെല്ലാം കൂടി ചേരുമ്പോഴാണ് ആ ബസാറിലെ ഒരു ലൈഫ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. വെറും കാഴ്ചയല്ല, ആ സ്ഥലത്തിന്റെ ഒരു തുടിപ്പ് കിട്ടുന്നുണ്ട്. അതെ, വസ്തുക്കളും അവിടുത്തെ ആക്ഷൻസും, അതാണ് ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോ ഒരു പ്രത്യേക വസ്തുവിനെ, അതിനെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് പറയാം? നിങ്ങളുടെ നോട്ട്സിൽ ഒരു ടീ സെറ്റിന്റെ വിവരണമുണ്ടല്ലോ. ചായാപാത്രങ്ങൾ. അതെ, അതിന്റെ രൂപം പറയുമ്പോ പ്ലേറ്റിന്റെ വക്ക് കുറച്ചു മുകളിലേക്ക് വളഞ്ഞിരിക്കുന്നു, പിന്നെ ആ മിൽക്ക് പോട്ട് അകത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നു, അതായത് കോൺകേവ്. പഞ്ചസാരപാത്രം പുറത്തേക്കുരുണ്ടിരിക്കുന്നു, അതായത് കോൺവെക്സ്. വാക്കുകൾ കോൺകേവ്, കോൺവെക്സ്, അത് ആ ഷേപ്പ് മനസ്സിലാക്കാൻ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും അല്ലേ? ശരിയാണ്. വെറുതെ വളഞ്ഞിരിക്കുന്നു എന്ന് പറയുന്നതിലും എത്ര വ്യക്തതയുണ്ട്. അതെ. പിന്നെ ഡിസൈൻ, സ്വർണ്ണ ബോർഡർ, റോസാപ്പൂവിന്റെ പടം, ആ വക്കത്തുള്ള കൊത്തുപണി, ബാസ് റിലീഫ്. നിറം പറയുന്നുണ്ട്, ഇളം പിങ്ക്, ഉപയോഗം പറയുന്നുണ്ട്. അതെല്ലാം കൂടിയാവുമ്പോൾ ആ ടീ സെറ്റ് നമ്മൾ നേരിട്ട് കാണുന്ന പോലെ തോന്നും. ഇതിന്റെ കൂടെ ചിലപ്പോൾ ആ പാത്രത്തിൽ തൊടുമ്പോഴുള്ള ഒരു ഫീല്,
ടെക്സ്ചർ, പിന്നെ അത് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ, ഇതൊക്കെ പറയാൻ പറ്റിയാലേ വിവരണം കൂടുതൽ കംപ്ലീറ്റ് ആകും. ഇരുട്ടത്ത് തിളങ്ങുന്ന സൂചി, പിന്നെ ആടുന്ന കിളി, പെൻഡുലം. അതെ, ആടുന്ന കിളിരൂപത്തിലുള്ള പെൻഡുലം, പിന്നെ മണിക്കൂറടിക്കുന്നത്. രൂപം, നിറം, സാധനം, ചലനം, ശബ്ദം എല്ലാം വന്നു. അപ്പോ ചുരുക്കി പറഞ്ഞാൽ, ഒരു സ്ഥലത്തെയോ വസ്തുവിനെയോ നല്ല അട്രാക്റ്റീവായിട്ട് വിവരിക്കണമെങ്കിൽ സ്ഥാനം, വലുപ്പം, ഷേപ്പ്, നിറം, ശബ്ദം, മണം, തൊടുമ്പോഴുള്ള ഫീല്, ടെക്സ്ചർ, ഉണ്ടാക്കിയേക്കുന്ന സാധനം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആക്ഷൻസ്, ഇങ്ങനെ പറ്റാവുന്നത്ര ഡീറ്റെയിൽസ്. അതെ, എത്രത്തോളം വിശദാംശങ്ങൾ കൊടുക്കുന്നോ അത്രത്തോളം അത് നന്നായിരിക്കും. അതെ, ഇതിന് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ലോകത്തെ കുറച്ചുകൂടി ശ്രദ്ധിച്ചു നോക്കുക, കേൾക്കുക, മണക്കുക, ആ അനുഭവങ്ങളെ പിടിച്ചെടുക്കാൻ പറ്റിയ വാക്കുകൾ കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുമ്പോഴും പറയുമ്പോഴും ഒന്ന് ഉപയോഗിച്ചു നോക്കുമല്ലോ അല്ലേ? അത് നിങ്ങളുടെ വിവരണങ്ങൾക്ക് ഒരു പുതിയൊരു ഫീൽ കൊടുക്കും. തീർച്ചയായും. ഇനി നിങ്ങൾക്കായിട്ട് ഒരു ചിന്താവിഷയം തരാം. പറയൂ. നിങ്ങളുടെ തൊട്ടു മുന്നിലുള്ള വളരെ സാധാരണ ഒരു സാധനം, ഒരു പേനയോ ചായ കുടിച്ച കപ്പോ എന്തെങ്കിലും ഒന്ന് എടുക്കുക. അതിനെ സാധാരണ കാണുന്ന പോലെ അല്ലാതെ നിങ്ങളുടെ എല്ലാ സെൻസുകളും ഉപയോഗിച്ച് അതിൻ്റെ മണം, ചിലപ്പോൾ അതിൽ നിന്ന് വരുന്ന നേരിയ ശബ്ദം, തൊടുമ്പോഴുള്ള മിനുസം, അല്ലെങ്കിൽ ആ പരുപരിപ്പ്, ഇതൊക്കെ വെച്ച് ഒന്ന് വിവരിക്കാൻ ശ്രമിച്ചു നോക്കൂ. കൊള്ളാം. അപ്പോൾ മനസ്സിലാവും ഒരേ സാധനത്തിനെ എത്ര വ്യത്യസ്തമായിട്ട് നമുക്ക് കാണാനും വിവരിക്കാനും പറ്റുമെന്ന്. ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്.